സ്വന്തം മനസ്സിന്റെ മനോഭാവം അനുസരിച്ചായിരിക്കും കാണുന്ന കാഴ്ചകളുടെ ഭംഗി. നമ്മുടെ ലോകം സ്വയം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ കർമ്മമാണ്. നിങ്ങൾ ദുഃഖങ്ങളിൽ തന്നെ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ കൂടുതൽ ദുഃഖിക്കപ്പെടും. ജീവിത പാഠങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ വളരുന്നതാണ്. നിങ്ങൾ വിജയിക്കുന്നത് വരെ ജീവിതം ഒരേ പരീക്ഷണങ്ങൾ തന്നെ വീണ്ടും വീണ്ടും നൽകുന്നതാണ്. വിജയിക്കാൻ ആഗ്രഹമുള്ളവർ പരിശ്രമം അവസാനിപ്പിക്കാൻ പാടില്ല. വിജയിക്കാനായി പ്രവർത്തിക്കുന്നത് നിങ്ങളെ ഒരു യജമാനനാക്കും. എന്നാൽ സംതൃപ്തിക്കായി പ്രവർത്തിക്കുന്നത് നിങ്ങളെ ഒരു ഇതിഹാസമാക്കും. എവിടെയാണോ നമ്മൾ കരഞ്ഞത് അവിടെ നിന്ന് ചിരിക്കാൻ പഠിക്കണം. ആരാണോ നമ്മളെ പരിഹസിച്ചത് അവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പഠിക്കണം. മനസ്സ് ഒരു ചേമ്പില പോലെയാവണം. വന്നു ചേരുന്നതിനെ എല്ലാം ഉള്ളറയിലേക്ക് കടത്തിവിടാതെ തഴുകിയിറക്കുന്ന ഒരു ചേമ്പില പോലെ. മനുഷ്യനോളം വിചിത്രമായ ഒരു ജീവി ഈ ലോകത്തിൽ കാണില്ല. നിമിഷങ്ങൾ കൊണ്ട് ഒരാളെ മറന്നു പോകുന്നവർ, ജീവിതകാലം മുഴുവനും ഒരാളെ ഓർത്ത് ജീവിക്കുന്നവർ. ജീവിതത്തിൽ ഒരിക്കലും കുറുക്ക് വഴികൾ സ്വീകരിക്കരുത്. ദീർഘമായ വഴിയിലൂടെ സഞ്ചരിക്കുക. കാരണം ദീർഘമായ വഴിയാണ് നിങ്ങൾക്ക് കൂടുതൽ അനുഭവങ്ങൾ നൽകുക. ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണെന്ന് അംഗീകരിക്കുകയും ദൈനംദിന കാര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സന്തോഷത്തിന്റെ രഹസ്യം. പൂവിൽ തേനുണ്ടെന്ന് കരുതി കായ മധുരിക്കണമെന്നില്ല. അതുപോലെയാണ് ചില മനുഷ്യരും. വാക്കുകളിൽ സ്നേഹമുണ്ടെന്ന് കരുതി ഹൃദയത്തിൽ സ്നേഹമുണ്ടാവണമെന്നില്ല. സ്വന്തം തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാത്ത ആളുകളിൽ നിന്നും അകലം പാലിക്കുക. കാരണം അവർ എല്ലായ്പ്പോഴും നിങ്ങളെ തെറ്റുകാരനാക്കാൻ ശ്രമിക്കും. നിങ്ങൾ എളുപ്പമുള്ള അവസ്ഥയിലായിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക. നിസ്സാരമായ അവസ്ഥയിലാണെങ്കിൽ മഹത്തരമായ കാര്യങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുക. നിങ്ങൾ നിങ്ങളായിരിക്കുമ്പോൾ സത്യമുണ്ട്, സൗന്ദര്യമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. വിധിയെ കുറ്റപ്പെടുത്തിയിരിക്കാതെ ഉള്ള സമയം സന്തോഷമായിട്ടിരിക്കണം. സ്വഭാവവും ശീലങ്ങളും കൂടിച്ചേരുന്നതാണ് നമ്മുടെ വ്യക്തിത്വം. നമ്മൾ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നതും ചിന്തിക്കുന്നതും ചെയ്യാൻ ആഗ്രഹിക്കുന്നതും എല്ലാം നമ്മുടെ വ്യക്തിത്വമായി മാറുന്നു. വ്യക്തിത്വം നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് നമ്മുടെ ശീലങ്ങൾ. തന്റെ കുടുംബജീവിതം തകരാൻ കാരണമായേക്കാവുന്ന ഒരു കാര്യവും ഒരു സ്ത്രീയും തന്റെ പുരുഷനോട് പറയില്ല. നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നല്ലതാക്കി മാറ്റണം. അവിടെയാണ് നമ്മുടെ വിജയം.